നമ്മൾ 2 ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അവിടെ 2 ഓർഗനൈസേഷനിലും ഓരോ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റ് എന്നുള്ള ലെവലിലാണ് എനിക്ക് പ്ലാൻ കിട്ടിയത്. അപ്പൊ ഞാൻ ടീം റെഡിയാക്കിയാൽ മാത്രം മതി, ആ ടീം ഉണ്ടായാൽ മതി. പിന്നെ നല്ല പ്രൊഡക്റ്റുകളുമാണ്. പക്ഷെ എന്നിട്ടും ആ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പം എനിക്ക് തോന്നിയില്ല. നിങ്ങൾ പ്ലാൻ പറയുന്ന സമയത്ത് ഒരാള് അപ്പം പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങൾ അവരെ വിടരുത്, ഫോളോ അപ്പ് ചെയ്യണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അന്ന് അവര് പിന്നീട് ഫോളോ അപ്പ് ചെയ്ത് അപ്പൊ ഈ പ്ലാനിലും പിന്നീട് ശരിക്കും ഞാൻ വളർന്നത് ഈ മോർണിംഗ് മീറ്റിലൂടെ. നിങ്ങളുടെ ടീമിലെ പുതിയ ആളുകളെ, എനിക്ക് മീറ്റിങ്ങിന് വരാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മളെ കൂടെ. അങ്ങനെയുള്ളവരെല്ലാരെയും മോർണിംഗ് മീറ്റിൽ കയറ്റി കഴിഞ്ഞാല് ഇവിടുന്ന് കിട്ടും അത്യാവശ്യം നല്ല ഒരുപാട് വിവരങ്ങളും കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഇതിൽ വർക്ക് ചെയ്ത് ഒരു ലെവലിൽ എത്തിയിട്ടുള്ള എക്സ്പീരിയൻസും ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഞങ്ങളെ കിക്ക് സ്റ്റാർട്ട് മോർണിംഗിലെ പ്രബീർ സാറാണ് ശരിക്കും എനിക്ക് ഒരുപാട് വിവരങ്ങൾ തരും. ഇങ്ങനെ ഇരുന്ന് ശരിക്കും വിറയ്ക്കാണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കൂട്ടത്തിന് മുന്നിലായാലും സൂമിലായാലും 100-300 ആളുള്ള സൂം ആയിരിക്കല്ലോ. അവിടെ നമുക്ക് ശരിക്കും ഒരു കോൺഫിഡൻസിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് അതൊന്നും ആ പ്രബീർ സാറാണ്. കാരണം ഈ അവസരത്തിൽ ഞാനൊരു നന്ദി പറയാണ്. അന്ന് വെലോസിറ്റി ഞങ്ങളെ ITC ലീഡർ സുബീർ സാറ് ഒരു പ്രോഗ്രാം മെഗാ ഇവന്റ് നടത്തിയ സമയത്ത് 1000 ആളെ മുന്നിൽ നിന്ന് ഒരു GTS എടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ബ്രാൻഡ് ന്യൂ ZT8 കയറുന്ന സമയത്ത്. അപ്പോ അന്ന് ആ കോൺഫിഡൻസ് അത് ഞാൻ ഇപ്പോഴും എനിക്കറിയാം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള എക്സ്പീരിയൻസ് ആയാലും കാര്യങ്ങൾ പഠിക്കാനുള്ള എക്സ്പീരിയൻസ് ആയാലും കാര്യങ്ങൾ അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടീമിലെ ആളുകളെ സൂമിൽ പ്രത്യേകിച്ച് കയറ്റുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നീടാണ് ഞാൻ മീറ്റിങ്ങുകൾക്കും പ്രോഗ്രാമുകൾക്കും ഒക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്തു. കുട്ടി വളരുന്തോറും ഞാൻ മെല്ലെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും പറഞ്ഞാല് കുട്ടിക്ക് 2 വയസ്സാവും വരെ ഇവരെ കൂടെ പാർട്ട് ടൈം ആയിട്ട് വെറുതെ ഇത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടീനെ വെച്ചിട്ട് IT കമ്പനിയിൽ പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെങ്കിൽ ഈ 2 കൊല്ലം കൊണ്ട് ഞാനെല്ലാം മനസ്സിലാക്കി. ഇപ്പം 3 വർഷമായി ഞാൻ അപ്പം മൈ ലൈഫിനെ ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞപ്പോൾ IT പ്രൊഫഷനെ ഞാൻ ചിന്തിക്കാറേ ഇല്ല. ഞാൻ ആഗ്രഹിച്ച് എനിക്ക് ബിടെക് എഞ്ചിനീയർ ആവണം എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ എഞ്ചിനീയർ ആയത്, അല്ലാണ്ട് ആരെയും പ്രഷറിന് അങ്ങനെയൊന്നുമല്ല. അപ്പൊ അങ്ങനെ ആയ ഒരാളാണ്. ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയർ ആണ്. ഹസ്ബൻഡിന് പ്ലാൻ കൊടുത്ത ആളാണ് എന്നെ ഇന്നലെ ക്ഷണിച്ച സുരേന്ദ്രൻ സാറ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ സാറിന് എനിക്കൊരു നന്ദി പറയാനുണ്ട്. കാരണം ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടി. എനിക്ക് എത്ര ആയാലും ആ ഒരു ലെവലിൽ ഹസ്ബൻഡിന് പ്ലാൻ കൊടുക്കാനാവില്ല. നമുക്ക് പുറത്തുനിന്ന് ഒരാൾ എന്നെ കൊടുക്കണം. അപ്പൊ സാർ ആ പ്ലാൻ കൊടുത്തതുകൊണ്ട് തന്നെ ഇത് എന്താ ഞാൻ ചെയ്യുന്നത്, എന്താ ഞാൻ ഏറ്റെടുത്തത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിനൊരു ഒരു തിരിച്ചറിവുണ്ടായി. അതുകൊണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് കൂടെ മൈലേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആൾ RTC ആണ്. അപ്പോ അങ്ങനെ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഒന്ന് സുരേന്ദ്രൻ സാറ് പ്ലാനും കൊടുത്തു, ഒന്ന് ആ ഫ്രണ്ട് വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ വിൻ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഈ 2 കാര്യം കൊണ്ട് എനിക്ക് നല്ല സപ്പോർട്ടും കിട്ടി. പക്ഷെ ഇപ്പോഴും എനിക്ക് 3 ആങ്ങളമാരുണ്ട്. 3 ബ്രദേഴ്സ് ഇപ്പോൾ എനിക്ക് എന്താ പറയാ ശരിക്കും അങ്ങ് ആക്സെപ്റ്റ് ആയിട്ടില്ല. അന്ന് അത്രയും പഠിപ്പിച്ചതല്ലേ എന്നുള്ള ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് മനസ്സിലാവാത്തോണ്ടാ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്തോണ്ടാ. നമ്മള് ലീഡേഴ്സ് പറയാറുണ്ട്, അറിവല്ല തിരിച്ചറിവാണ് വേണ്ടത്. അപ്പൊ നിങ്ങളെല്ലാരും നിങ്ങളെ വീട്ടുകാരെയും മക്കളെ എല്ലാവർക്കും ഇതിന്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാ. തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ശരിക്കും എല്ലാരും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഫ്യൂച്ചറും കാണണ്ടേ. നമ്മള് എങ്ങനെയായാലും ഈ ദുനിയാവുന്ന് പോകുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് പോകണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയലുണ്ട് 99.9% എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് പൈസയാണ്, മണി. കാരണം അത് അത്രയ്ക്ക് നിർബന്ധമാണ്. കാരണം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആദ്യമൊക്കെ പറയുന്ന അതല്ല അതിനും മേലെ സ്നേഹവും ബന്ധവും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ശരിക്കും എല്ലാം പൈസ ഉണ്ടെങ്കിൽ അതെല്ലാം ഓക്കെ ആണെന്നാണ് ഇന്നത്തെ കാലത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം അങ്ങനെ മീറ്റിംഗ് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഞാൻ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. പിന്നീട് ഒരു 10 മാസം എടുത്തു TC റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട്. കാരണം TC റാങ്കിലോട്ട് എത്താനാണല്ലോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിന്നെ
ഒരു 4 മാസം കൊണ്ട് ATCയും അടുത്ത 4 മാസം കൊണ്ട് DTC, പിന്നീട് ഒരു 7-8 മാസം കൊണ്ട് DT അല്ല DTCയിൽ നിന്ന് ZTC അങ്ങനെ എത്തിപ്പിടിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ STCയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല. അപ്പൊ എത്താൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. എന്ന് വെച്ചാല് നമ്മുടെ എഫേർട്ടാണ്. ഈ എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നോ നമ്മുടെ ടീമിനെ എത്രത്തോളം സെറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ നമ്മൾ കയറി വരിക. എന്ന് വെച്ചാല് നമ്മൾ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മള് ലീഡേഴ്സ് പറയാറുണ്ട് ഓരോ റാങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലികൾ അതാത് റാങ്കിൽ ചെയ്യണം. നമ്മൾ ബ്രോൺസ് ആയിരിക്കുന്ന സമയത്തും ബ്രോൺസ് ആയിരിക്കുന്ന നമ്മൾ ശരിക്കും എന്താ ചെയ്യുക, സ്റ്റോക്ക് എടുക്കും. സ്റ്റോക്ക് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുക. അത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഫസ്റ്റ് നമ്മൾ ഫാമിലിക്കാ കൊടുക്കുക, പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോ അയൽവാസികൾക്കോ, പിന്നാണ് പുറത്തുള്ള ആളുകളിലേക്ക് കൊടുക്കുക. പക്ഷെ നമ്മൾ ശരിക്കും ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നടിക്കുക, അധിക പേർക്കും ടീം സെറ്റ് ആവുക എങ്ങനെയാ വെച്ചാല് പുറത്തുള്ള ഔട്ടർ ലൈനിലുള്ള പുറത്തുള്ള ആളുകളാണ് നമ്മൾ ടീമിലോട്ട് ഫസ്റ്റ് വരിക. പിന്നീട് മാത്രമാണ് നമ്മളെ നാട്ടുകാരും എല്ലാം നമ്മളെ എന്തോ ചെയ്യുന്നുണ്ട് എന്തോ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കും. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ അയൽവാസികള് ഓന്റെ വീട്ടിലെന്തോ വണ്ടി വന്നിട്ടുണ്ടല്ലേ, കാർ വന്നിട്ടുണ്ടല്ലേ, നല്ല ഫോണൊക്കെ അപ്പൊ യൂസ് ചെയ്യല്, ആ ഒരു ലെവലിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതും കഴിഞ്ഞിട്ടാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്സെപ്റ്റ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും മിക്കവാറും നമ്മുടെ ബിസിനസ് നമ്മുടെ നമ്മളെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ പ്രൊഡക്റ്റ് ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടാവുക ഫാമിലിയും ഫ്രണ്ട്സും ആയിരിക്കും. ബിസിനസ് ലാസ്റ്റ് ആണ് അവർ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോ അതെന്ന് പറഞ്ഞാല് അതൊരു സൈക്കോളജിക്കലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ഔട്ടർ ലൈനിലുള്ള ഇപ്പൊ ഫസ്റ്റില് ബ്രോൺസ് ആവുന്ന സമയത്ത് നമ്മൾ ഈ ഫാമിലിക്കും ഫ്രണ്ട്സിനും പ്രൊഡക്റ്റ് കൊടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർ ആകുമ്പോഴേക്കും ഔട്ടർ ലൈനിൽ കൂടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. ഫസ്റ്റിലുള്ള ഒരു വർഷം തുടക്കക്കാരായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റിലുള്ള ഒരു വർഷം നിങ്ങൾ റാങ്കും നോക്കണ്ട, കിട്ടുന്ന ഇൻകവും നോക്കണ്ട. റീറ്റെയിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ് ഇന്നത്തെ കാലം കിട്ടാൻ കുറവുണ്ടാവും. അതെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിന്റെ ഈ ബിസിനസ് എല്ലായിടത്തും ശരിക്കും നന്നായിട്ട് സ്പ്രെഡ് ആയ ഒരു സമയമാണ്. അപ്പൊ നമ്മൾ ഈ നമ്മളെ ടീമിലോട്ട് ക്ഷണിച്ചിട്ട് ആയിരിക്കും ഫസ്റ്റ് തന്നെ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടി വരിക. പണ്ടത്തെ പോലെ അങ്ങനെ റീറ്റെയിൽ ചെയ്ത് കസ്റ്റമർ ആക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ആക്കാനുള്ളൊരു സാഹചര്യം ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എല്ലാവർക്കും അറിയാം ഒരു ബിസിനസ് ഉണ്ട്, ഇതിൽ കുറെ പ്രൊഡക്റ്റ് ഉണ്ട് നോക്കാം. അപ്പൊ അത് എവിടെ ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ആളുകൾ അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ ചിലപ്പോൾ ടീമിനെ ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് ബിൽഡ് ടീം. അപ്പൊ നമ്മൾ ഈ ഒരു വർഷം ഏത് റാങ്കിൽ എത്തിയാലും ഇത്ര റാങ്കിൽ എത്തിയാലും നമ്മൾ നന്നായിട്ട് പണിയെടുത്തിട്ട് തന്നെ ടീമിനെ ബിൽഡ് ചെയ്യാം. നമ്മൾ അസോസിയേറ്റ്സിനെ കൂട്ടി അവർക്ക് ഇൻകം വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ടീം ഓട്ടോമാറ്റിക് ആയിട്ട് ബിൽഡ് ആവും. അപ്പൊ നമ്മളെ വരുമാനവും കൂടും, അവർക്കും വരുമാനം കിട്ടും, അതോടുകൂടെ ടീമും ബിൽഡ് ആവും. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ നമ്മൾ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാം. ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാല് അവർക്ക് നമ്മൾ അപ്പോഴേക്കും ചിലപ്പോൾ TCയോ ATCയോ ഒക്കെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ DTCയോ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ DTC ഒക്കെ ആവും. പക്ഷെ എങ്കിൽ ആ റാങ്കിൽ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ ടീമിന് എങ്ങനെയൊക്കെ വെള്ളവും വളവും കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മൈ ലൈഫ് സ്റ്റൈലിലൊരു കരിയർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം മീറ്റിങ്ങിനും ടീം മീറ്റിംഗ് വെച്ചുകൊടുക്കേണ്ടി വരും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഹോം മീറ്റിംഗ് മാത്രമായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഈ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹോം മീറ്റിങ്ങും GPS ഉപയോഗിച്ച് നമുക്ക് സൂം മീറ്റിങ്ങും GTS ഹോം മീറ്റിങ്ങും ഇത് മൂന്നും യൂസ് ചെയ്ത് നമുക്ക് മെല്ലെ ഇത് ബിൽഡ് ചെയ്തെടുക്കാം. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ടീം മീറ്റിങ്ങുകളും വർക്ക്ഷോപ്പുകളും പിന്നെ നമ്മൾ 2 ഡേ പ്രോഗ്രാമുകളും അല്ലാണ്ട് FSS ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്തും നമ്മുടെ ടീമിനെ അറ്റൻഡ് ചെയ്യിപ്പിച്ചും ആയിരിക്കും നമ്മൾ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോഴാണ് അവർക്ക് കോൺഫിഡൻസ് കിട്ടുമ്പോഴാണ് നമ്മളെ ടീമിൽ ഒരു ഉറച്ചു നിൽക്കുക. അപ്പൊ ആ ഒരു ലെവലില് ടീമിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മളും അറ്റൻഡ് ചെയ്യണം. നമ്മളെ കൂടെ നമ്മളെ അസോസിയേറ്റ്സിനെ ഈ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും AIGയിൽ എത്തിപ്പെട്ടത് നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മളെ ലീഡേഴ്സ് തന്നെ കണ്ടക്ട് ചെയ്തിരുന്നുണ്ട്. അത് ശരിക്കും ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ചെയ്യുന്നില്ല. സൗണ്ട് കൂട്ടിയല്ലോ സാറേ, കേൾക്കുന്നില്ലേ? അതെന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് അങ്ങനെ സൂം മീറ്റിങ്ങിലൊന്നും അറ്റൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ക്ഷണിച്ചല്ലേ,
അപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് ഒരു റൂമിലേക്ക് വന്ന് ഒക്കെ സെറ്റ് ചെയ്ത് സംസാരിക്കാം. പിന്നെ ഞാൻ അത്യാവശ്യം എനർജിയിലും അത്യാവശ്യം സൗണ്ടിലും ഒക്കെ സംസാരിക്കുന്ന ആളാണ്. ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു വേദിയിലോ ഒരു റൂമിലോ എത്തിപ്പെട്ടാൽ അത്യാവശ്യം എനർജിയിലാണ് ഞാൻ സംസാരിക്കാറ്. അപ്പൊ ഞാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു സംശയം. അപ്പൊ ഏതായാലും ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഇത് തുടക്കക്കാർ മാത്രമേ ഞാനിപ്പോ നിൽക്കുന്ന ഈ ZTC റാങ്കിലും ഞാനിപ്പോ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മള് നമുക്ക് ഈ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ അച്ചീവ്മെന്റ്സ്. അച്ചീവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ടീമിലോട്ട് വരുന്ന വ്യക്തികളായാലും നമ്മളെ ഫാമിലി ആയാലും നാട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും അത് ശ്രദ്ധിക്കും. നമ്മൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു, എന്താണ് കിട്ടുന്നത്, എന്ത് സംഭവിക്കുന്നു എന്നുള്ളവർക്ക് എല്ലാം അറിയേണ്ടത്. നമുക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നഷ്ടമാണോ, കൊടുക്കുന്നത് പോയോ, നമ്മൾ പൊട്ടിപ്പോയോ എന്നുള്ളതാ കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുക. അപ്പൊ അവരുടെ മുമ്പിൽ എന്താ പറയാ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടും അവരുടെ മുമ്പിൽ നമ്മുടെ വിജയം കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ അച്ചീവ്മെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ TC റാങ്കിൽ എത്തിയ സമയത്ത് ഞാനൊരു ബൈക്ക് അച്ചീവ് ഞാൻ ഒരു ആക്റ്റീവ 125 അച്ചീവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത റാങ്കിൽ നിന്ന് ഒരു ടാബ് വാങ്ങിച്ചു. പിന്നെ ഇപ്പതാ കുറച്ചു കാലമായി ഇപ്പൊ ഞാനൊരു സാംസങ്ങിന്റെ S24 Ultra ഒരു ഫോൺ വാങ്ങിച്ചു. അപ്പൊ നമ്മളിങ്ങനെ പിന്നെ എനിക്ക് ഒരു ചെറിയ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇത് നമ്മുടെ അച്ചീവ്മെന്റുകൾ. അപ്പൊ ഇത് നമ്മുടെ ടീമിലോട്ട് കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. അപ്പൊ ഞാനും TC ആയി കഴിഞ്ഞാൽ എനിക്കൊരു വണ്ടി വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ആണ് ടീമിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്. ശരിക്കും TC ആകുമ്പോൾ നമ്മള് ബൈക്ക് അറിയാത്ത ലേഡീസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാണ്, ബൈക്ക് പഠിച്ചാൽ മാത്രമേ പെട്ടെന്ന് പോകുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ബിസിനസ്സിൽ നല്ല എക്സ്പീരിയൻസും ഒരുപാട് കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ ഉള്ള ആളുകൾ അത്ര തന്നെ ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യാത്ത ബൈക്ക് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ലോ ആണ്. അപ്പം ബൈക്ക് അറിയുന്നവർക്ക് സ്പീഡ് കൂടുതലുണ്ടാവും. നിങ്ങൾ എല്ലാ ലേഡീസിനോടും പ്രത്യേകം പറയാനുള്ളത് ബൈക്ക് പഠിക്കുകയും വേണം. TC റാങ്കൊക്കെ എത്തുമ്പോഴേക്കും സ്വന്തമായിട്ട് ഒരു ബൈക്ക് അച്ചീവ് ചെയ്തിട്ട് വേണം നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങാൻ. പിന്നെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും നമ്മളൊരു ജോലി പോലെ ഈ മൈ ലൈഫ് സ്റ്റൈലിനെ കണ്ടിട്ട് വേണം നമ്മൾ ഇതിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ജോലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്നും രാവിലെ ഇറങ്ങും വൈകുന്നേരം കയറും, അങ്ങനെയാണല്ലോ. ഈ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നതെങ്കിലും എനിക്കൊന്നും ഇപ്പോഴും ശരിക്കും അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം സാഹചര്യങ്ങളാണ്. മോന് ഇനി സ്കൂളിലൊന്നും ചേർത്താനായിട്ടില്ല. മോനെ അടുത്ത വർഷം എവിടെയെങ്കിലും ചേർത്തിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ അതേപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലും ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് ആണ് മൈ ലൈഫ് സ്റ്റൈൽ. അതാണ് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പലർക്കും ഒരുപാട് എക്സ്ക്യൂസുകളാണ്. എനിക്ക് വീട്ടിലെ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രശ്നമുള്ള ആളുകളാണെങ്കിലും എന്ത് സാഹചര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് ആണ് മൈ ലൈഫ് സ്റ്റൈൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ചെറിയ കുട്ടിനെ വെച്ച് ഒരുപാട് മീറ്റിങ്ങുകളും ഒരുപാട് പ്രോഗ്രാമുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെങ്കിലും പിന്നെ വേറൊരു കാര്യമുണ്ട്, അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് എഴുതി വെക്കാനോ റെക്കോർഡ് ചെയ്യാനോ അതിൽ ഞാൻ ശ്രദ്ധ പുലർത്തരുത്. അത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ടാബോ ഫോണോ വെച്ചിട്ട് അത് വീഡിയോ വേണമെന്നില്ല, വോയിസ് റെക്കോർഡ് ചെയ്താലും മതി. അപ്പൊ അതിനെ നമുക്ക് പിന്നീട് കേട്ട് വെക്കാൻ പറ്റും. പിന്നെ എഴുതി വെക്കുക. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. എനിക്ക് ഈ വോയിസ് റെക്കോർഡ് കേൾക്കുന്നേക്കാൾ അത് ടീമിലോട്ട് പാസ് ചെയ്യുന്നല്ലാണ്ട് ഞാൻ ചിലപ്പോൾ പിന്നീട് കേട്ടൊന്നും വരില്ല. പക്ഷെ എങ്കിലും ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ ഞാൻ നോക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നൊരു ശീലമുണ്ട്. അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്ത് കാര്യവും എഴുതി വെക്കുക, അപ്ലൈ ചെയ്യുക. അന്നൊക്കെ രാവിലെ ശരിക്കും പറഞ്ഞാൽ സൂം മീറ്റിംഗിൽ രാവിലെ ഞാൻ കയറുക, ബുക്കും പെന്നും വെക്കാം, എന്നിട്ട് കാര്യങ്ങൾ എഴുതി വെക്കായിരുന്നു. അങ്ങനെ എഴുതി വെച്ചിട്ടാണ് കാര്യങ്ങൾ ഒരുപാട് പഠിച്ചെടുത്ത്. പിന്നീട് പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് പ്രോഡക്റ്റ് ട്രെയിനിങ് എടുക്കാൻ പഠിച്ചു. യൂട്യൂബിൽ നിന്നാണ് പ്രോഡക്റ്റ് ട്രെയിനിങ് എടുക്കാൻ പഠിച്ചത്. അല്ലാണ്ട് ഒരുപാട് പ്രോഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനൊന്നും എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിലും പ്രൊഡക്റ്റ് ട്രെയിനിങ് എടുക്കാൻ പഠിച്ചു. പിന്നീട് എക്സ്പീരിയൻസ് ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാത്ത വിവരങ്ങളില്ല. അപ്പം ആ ഒരു ലെവലില് അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തു. അങ്ങനെ ഇന്നിപ്പോ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്
ടീം മീറ്റിംഗ് ആയാലും പ്ലാനിങ് മീറ്റ് ആയാലും ലീഡേഴ്സ് ഇല്ലാണ്ടും നമ്മൾ തന്നെ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന ആ ഒരു ലെവലിലോട്ട് മാറാൻ പറ്റി ടീമിനെ മാത്രം വെച്ച്. എന്നുവെച്ചാല് ഞാൻ ഈ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഒരു DTC എബോ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളെ ടീം മീറ്റിങ്ങും നിങ്ങളെ ടീമിന്റെ കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തില്ല, ഇപ്പോഴും ലീഡറെ കാത്തു നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റാ, അതൊരു ഒരു ഫെയിലാണ്. ശരിക്കും നമ്മളെ ടീമിൻ്റെ അടുത്ത് നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല, അവർക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല, എന്റെ ലീഡർക്ക് ഒന്നും പറ്റൂല എന്നുള്ള അങ്ങനെ ഒരു വിചാരമായി പോകും ടീമിന്. അപ്പൊ നമ്മളായിട്ട് ഏറ്റെടുത്ത് നമ്മൾ ഓരോ കൂടെ നിന്ന് കഴിഞ്ഞാൽ, നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ടീമിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങളെ ടീം മീറ്റിങ്ങും പ്ലാനിങ് മീറ്റും ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ലീഡർ അപ്ലൈനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഹോം മീറ്റിങ്ങിന് പോകണമെങ്കിലും ചില ചില ആളുകൾക്ക് വലിയ വലിയ ലീഡേഴ്സ് NTCയോ RTCയോ അല്ലെങ്കിൽ CTCയോ അങ്ങനെയൊക്കെ വന്നാലേ ഹോം മീറ്റിംഗ് നടക്കുള്ളൂ, ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു വിചാരം ഉണ്ടാവലുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ശരിക്കും നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏറ്റെടുക്കുക, ഒറ്റയ്ക്ക് ചെയ്യാം. ആ സമയത്ത് ടീമിൽ വാല്യൂ കിട്ടുന്നത് മാത്രമല്ല, നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് പഠിക്കാനും നമ്മുടെ ആ ഒരു എബിലിറ്റി പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. നിങ്ങൾ പറയാനുള്ളത് അതെല്ലാം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്തു നോക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാല്, നമ്മൾ കാര്യമായിട്ട് ശരിക്കും ഞാൻ പറഞ്ഞു, പൈസ ആണ് എല്ലാ ഈ ഇന്നത്തെ കാലത്ത് 99.9% പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ പൈസ ആണ്. അപ്പൊ നമ്മള് പൈസ ഉണ്ടാക്കാനാ വന്നെങ്കിലും ശരിക്കും ഇവിടെ ഒരു സാമൂഹ്യ പ്രവൃത്തിയും കൂടെ നടക്കുന്നത്. കാരണം മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ബിസിനസ് കൂടി അത് വലിയൊരു കാര്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പൈസ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ എല്ലാവരെയും ഒന്നും സഹായിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ അവസരം കൊടുത്തിട്ടാണ് നമ്മളെല്ലാവരും ആളുകളെ സഹായിക്കുന്നത്. അപ്പോൾ അവർക്കും ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലൂടെ പറ്റുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാല് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്കോപ്പും ഫ്യൂച്ചറും ആണല്ലോ നമ്മൾ വെക്കുന്നത്. സ്കോപ്പും ടേസ്റ്റ് അല്ല, സ്കോപ്പും ഫ്യൂച്ചറും ആണ് നമ്മൾ വിൽക്കുന്നത്, അവസരമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് ഞാൻ ഒരു IT പ്രൊഫഷനിലാണല്ലോ പഠിച്ചതൊക്കെ, പക്ഷെ എങ്കിലും IT കമ്പനിയിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നതെങ്കിലുള്ള ഒരു സാലറിന്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ടൗണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 15-20, ഇപ്പോൾ 20ഒക്കെ കിട്ടും. അന്ന് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് 15 പറഞ്ഞത്. ഇപ്പൊ 20-25ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ആയിക്കോട്ടെ. എന്നാലും നമ്മളൊരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാലും നമുക്ക് കാലിക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1 ലക്ഷത്തിൽ താഴെ മാത്രമേ സാലറി ഉണ്ടാവുള്ളൂ. അതിന്റെ മുകളിലോട്ട് സ്കെയിലിങ്ങും ഉയർന്നിട്ടില്ല. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരു 5 വർഷം കൃത്യമായിട്ട് ടീമിനെ ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളൊരു ശരിയായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഉണ്ടാക്കാൻ പറ്റും ലക്ഷങ്ങൾ. 2,10,000 വരെ നമുക്ക് ആഴ്ചയിൽ ഉണ്ടാക്കാൻ പറ്റും. മറ്റേത് മാസത്തിൽ പോലും 1 ലക്ഷം രൂപന്റെ താഴെ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ 4 വർഷം ഒരുപാട് എഫേർട്ട് ഇട്ട് പഠിച്ച് കിട്ടിയ ഒരു ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെ വീട്ടിലൊക്കെ പഠിക്കുന്ന മക്കളുള്ളവർക്കും എല്ലാവർക്കും അറിയാം, പഠിക്കാൻ വേണ്ടി ഒരുപാട് ഉറക്കം കഴിഞ്ഞ് പഠിച്ചെടുത്തതാ. പക്ഷെങ്കിലും എന്നാലും ഇവിടെ കിട്ടുന്ന നമ്മൾ ജോലിയാണത്, സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരാളുടെ അണ്ടറിൽ ഒരു ശരിക്കും അവരുടെ IT കമ്പനി അവരുടെ ഒരു ബിസിനസ് ആയിരിക്കും, ആ ബിസിനസ്സിൽ അണ്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിൽ അങ്ങനെയാണോ? അല്ല, നമ്മളൊരു ബിസിനസ് ഓണറാണ്. പിന്നെ ആണെങ്കിൽ ഇന്ന് IT കമ്പനിയുടെ ഒരു പ്രശ്നവും കൂടി ഞാൻ പറഞ്ഞ, സാലറി മാത്രമല്ല, ഇന്ന് AI വന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AIന്റെ കാലാണ്. എല്ലാ കാര്യങ്ങളും AI-യിലൂടെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ AI വന്ന സമയത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ IT പ്രൊഫഷണൽസിന്റെ ജോലിക്ക് നല്ല ഭീഷണിയാണ് ഈ AI. കാരണം ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യം അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട്, അതിനേക്കാൾ എത്രയോ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ AI ചെയ്തു തരും. അത്ര AIക്ക് സാലറിയും കൊടുക്കണ്ട, വേറെ പൈസയും കൊടുക്കണ്ട. അപ്പൊ ഈ ബിസിനസ് ഓണേഴ്സ് ഒക്കെ എങ്ങോട്ട് മാറും? പറ്റുന്ന എല്ലാ ജോലികളും, AI ചെയ്യുന്ന എല്ലാ ജോലികളും AIക്ക് കൊടുക്കാൻ തുടങ്ങും, അല്ലെ? പിന്നെ ഈ AI കൺട്രോൾ ചെയ്യാനുള്ള കുറഞ്ഞ ആളുകൾ മാത്രം മതിയാവും IT കമ്പനിയിൽ. അപ്പൊ ആളുകളുടെ ജോലിയിലൊക്കെ ഇന്ന് ഭീഷണി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതാണ് പിന്നീട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ AI വന്നാലും കാലം മാറിയാലും മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മളെ വെൽനസ് പ്രൊഡക്റ്റിന്റെ ഈ ഒരു ഇൻഡസ്ട്രീന്റെ പ്രാധാന്യം തീരുന്നില്ല. അപ്പൊ അതാണ് നമ്മളെ ബിസിനസിന്റെ അടുത്ത ബ്യൂട്ടി എന്ന് പറഞ്ഞാല്. കാരണം വെൽനസ് പ്രോഡക്റ്റുകളും
ബ്യൂട്ടി കെയർ ഐറ്റംസും പേഴ്സണൽ കെയർ ഐറ്റംസും നമ്മൾ ഇതാണല്ലോ യൂസ് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും. ഇത് നമ്മൾ ഈ മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം നമുക്കിത് കൊടുക്കാനും വാങ്ങാനും യൂസ് ചെയ്യാനും എല്ലാം പറ്റിയൊരു സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൈ ലൈഫ് സ്റ്റൈലിന്റെ അവസരത്തിന് അങ്ങനെ ഒരു മെച്ചവും കൂടെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുകയും നിങ്ങൾ അറിയുകയും വേണം. മറ്റുള്ള എല്ലാ ബിസിനസ്സിലും ഒരുവിധം എല്ലാം ഇനി ചിലപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഷോപ്പുകളിലും എല്ലാം റോബോട്ടും. ഇപ്പൊ തന്നെ റോഡിലൊക്കെ ക്യാമറകളൊക്കെ AI ആണ് ക്യാമറകൾ, അല്ലാണ്ട് ആരും മനുഷ്യൻ വന്ന് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നല്ല. അപ്പൊ അതേപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ട്സും ഇതിന്റെ ഒക്കെ കാലങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ റോബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ എങ്കിലും ഈ വെൽനസ് പ്രോഡക്റ്റ് അന്നേരം മനുഷ്യനുണ്ടോ? വെൽനസ് പ്രോഡക്റ്റും വേണ്ടി വരും, ബ്യൂട്ടി കെയർ ഐറ്റംസും വേണ്ടി വരും, പേഴ്സണൽ കെയർ ഐറ്റംസും വേണ്ടി വരും. ഇതെല്ലാം നമ്മളെ കമ്പനി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മളെല്ലാരും അറിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കമ്പനി 5 കിലോമീറ്റർ ചുറ്റളവിൽ ഓരോ ഔട്ട്ലെറ്റ് വെച്ച് വരാൻ പോകും. അപ്പൊ നമുക്ക് ഏത് നാട്ടിലും എങ്ങനെ വേണമെങ്കിലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡെയിലി പ്രൊഡക്റ്റുകൾ ഉണ്ടാവില്ലേ, അങ്ങനെ എല്ലാ സാധനങ്ങളും കമ്പനി ഇറക്കും. അങ്ങനെ ഇറക്കി കഴിഞ്ഞ് 5 കിലോമീറ്ററിൽ ഔട്ട്ലെറ്റും വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ബി കയറാൻ പെട്ടെന്ന് ആവില്ലേ. ഇന്നത്തെ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ആ സമയത്ത് ബിസിനസ് വോളിയം റെഡി ആവാനും മാച്ച് ആവാനും വേണ്ടി. കാരണം അത്രയും നമ്മുടെ നാട്ടുകാരും എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കമ്പനി ഇറക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാൻ പറഞ്ഞ സമയത്ത് എന്നോട് എന്റെ അപ്ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെ ഇറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണെന്ന്. ആ ഒരു വാക്ക് എന്റെ മനസ്സിലന്ന് ശരിക്കും നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും വെൽത്ത് ഉള്ള ഒരു കമ്പനിയാണ്, അത്രയും ഒരു സ്ട്രോങ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ സമയത്ത് എനിക്ക് അതിൽ ഭയങ്കര ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഗൂഗിൾ എടുത്തു സെർച്ച് ചെയ്തു, അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെഡി ആണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളും അതേപോലെ നിങ്ങൾക്ക് കേൾക്കുന്ന അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, ഗൂഗിൾ എടുത്ത് നോക്കൂ. പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ. യൂട്യൂബ് എടുത്ത് ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് വിവരങ്ങൾ പഠിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവർ പറയുന്നത്, എന്താ ഇവിടെ നടക്കുന്നത്, എന്താണ് ഇനി ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആക്കണമെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു അവസരമാണ് നമുക്ക് എല്ലാവർക്കും കൈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്ന ലീഡേഴ്സിനോടും ദൈവത്തിനോടും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അച്ചീവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഫാമിലിയിൽ നമുക്ക് ഇതിന്റെ ഒരു സ്വീകാര്യത കിട്ടാൻ. അപ്പൊ ഓരോ റാങ്കിലും പിന്നെ എന്ന് വെച്ച് അച്ചീവ്മെന്റ് നേടണമല്ലോ എന്ന് വിചാരിച്ച് ശരിയായ റാങ്കിൽ എത്താതെ ശരിയായ ഇൻകം ലഭിക്കുന്ന ഒരു ലെവലിൽ എത്താണ്ട് കടായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞാല് ആളുകൾ നമുക്ക് വേറെ ചീത്തപ്പേരും തരും. അപ്പൊ അതിനെ നമ്മൾ സൂക്ഷിക്കുക. അപ്പൊ നമുക്ക് സാധിക്കുന്നത് എന്താണോ നമുക്കറിയാലോ. ഓരോ സമയത്ത് നമുക്കറിയാം ഈ ലെവൽ ഇപ്പൊ എന്റെ ഇൻകം ഈ ലെവലിലാണ്, എന്റെ ടീം ഇത്ര ലെവലിലാണെന്ന് ഓരോരുത്തർക്കും അറിയാം. ആ ഒരു ലെവൽ അനുസരിച്ച് നമുക്ക് അച്ചീവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ ഹൈക്കിലോട്ട് എത്താൻ വേണ്ടി പറ്റും. പിന്നെന്ന് പറഞ്ഞാല് നമ്മളെ ലീഡേഴ്സ് പറയുന്നത് കേൾക്കുക. എന്റെ ലീഡർക്ക് എന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ എങ്കിലും ഈ ബിസിനസ്സിൽ അവര് ലീഡർ തന്നെ. കാരണം അവർക്ക് എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നേക്കാൾ കാര്യങ്ങൾ അറിയാം. അവര് ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പറയുന്നത് കേൾക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. പലർക്കും അപ്ലൈന് എന്താ പറയാ വയസ്സോ പ്രായമോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഇതൊക്കെ അനുസരിച്ചിട്ട് നോക്കുന്ന ആളുകളുണ്ട്. അങ്ങനൊന്നും നോക്കരുത്, അതൊന്നുമല്ല. മൈ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ അപ്ലൈൻ ആണോ, അപ്ലൈൻ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് അധികം ഉണ്ടാവും, അതിൻ്റെതായ ഒരു വിവരം കൂടുതൽ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഡർ പറയുന്നത് കേട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുസരിക്കുക. അതല്ല നിങ്ങൾക്ക് അനുസരിക്കാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ സ്വന്തമായിട്ട് ഐഡിയ ഉണ്ടാവുക. സ്വന്തമായിട്ട് ഐഡിയ ഉണ്ടാക്കി മൂവ് ചെയ്താലും നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും. ലീഡർ പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക, ആ ഒരു ട്രാക്കിലൂടെ കൃത്യമായിട്ട് പോവാ, എത്തും. എല്ലാവർക്കും എന്താ പറയാ പല കൊച്ചു കൊച്ചു വഴികളാണെങ്കിലും ശരിക്കും എല്ലാത്തിന്റെയും ഡെസ്റ്റിനേഷൻ 210. നമ്മളെല്ലാരും അതാണ് ആഗ്രഹിക്കുന്നത്. 2,10,000 ആഴ്ചയിൽ വാങ്ങുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പല വഴികളുണ്ടാവും. ഏത് പാത്ത് നിങ്ങൾ സ്വീകരിച്ചാലും അത് കൃത്യമായിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക.
പക്ഷെ വഴി തെറ്റിപ്പോയിട്ടില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ട്രാക്ക് എപ്പോഴും നോക്കിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഇത് എവിടാണ് എത്തിയത്, എങ്ങോട്ടാ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം നോക്കുക. പിന്നെ എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സും കൂടിയാണ് നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിന്റെ ബിസിനസ്. ഈ ബിസിനസ് ഏറ്റെടുത്ത് എല്ലാവർക്കും വിൻ ചെയ്യാനും വേണ്ടി പറ്റും. എന്ന് വെച്ചാല് ഒരുപാട് എഫേർട്ട് ഒന്നും നമ്മൾ ശരിക്കും ചെയ്യുന്നില്ലല്ലോ. സ്റ്റാർട്ടിങ്ങിൽ ഈ ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു എഫേർട്ട്. ചിലർ പറയും മാഡം ആള് വരുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എനിക്കിത് വിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റുകൾ വരുന്നുണ്ടാവും അല്ലെ. അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെ നമ്മൾ ഓരോ രീതിയിൽ തരണം ചെയ്യുക. എന്ന് വെച്ചാല് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങളെ അസോസിയേറ്റ് വന്ന് പറഞ്ഞാൽ ഒരു ലീഡർ അപ്പോ എന്തുകൊണ്ട് വിൽക്കാൻ പറ്റില്ല എന്നുള്ള കാരണം അന്വേഷിക്കുക. ഒരു പറയുന്നിടത്തോ ചെയ്യുന്നിടത്തോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അതിനെ തിരുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ആളുകൾ വരുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഈ പറയുന്ന ഞാൻ ചിലപ്പം ബ്രോൺസോ സിൽവറോ ആയിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന രീതിക്കും പറയുന്ന കാര്യത്തിന്റെ വിവരങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മീറ്റിംഗ് ആക്കി കണ്ടക്ട് ചെയ്യുക, അപ്ലയൻസിനെ കൊണ്ടുപോകുക. അപ്ലൈന് നമ്മളെക്കാളും കുറച്ചുകൂടെ ഈ പ്ലാൻ വിശദീകരിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് റെഡി ആവുന്നില്ല എന്നുണ്ടാ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അത്ര ഏബിൾ ആയിട്ടുള്ളൂ. അപ്പൊ കുറച്ചുകൂടെ എബിലിറ്റി ഉള്ള ലീഡറെ കൊണ്ടുപോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും സോൾവ് ആവേണ്ടിയാണ്. അപ്പൊ അതേപോലെ വിൽക്കാൻ പറ്റില്ല എന്ന് അതിന്റെ കാരണം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെയും അവർക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവ് കൂട്ടി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എല്ലാവരും മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചറിന്റെ കാര്യം. പെട്രോൾ അടിച്ചാൽ പോലും ബിസിനസ് വോളിയം കയറുന്ന ലെവലിലോട്ട് കമ്പനി മാറ്റാൻ പോവാ. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഔട്ട്ലെറ്റും വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ 2,10,000 വാങ്ങാൻ നമുക്ക് സിമ്പിൾ ആയി വരും. അപ്പൊ ആ ഒരു ഫ്യൂച്ചർ നിങ്ങൾ എല്ലാവരും ഇപ്പോഴേ മനസ്സിൽ കാണാം. പിന്നെ വെൽനസ് പ്രൊഡക്റ്റുകളാണ്. ഇത് ഇതിലുള്ള ഒരു പേസ്റ്റ് പോലും ഉപയോഗിക്കാണ്ട് ഇത് വിൽക്കാൻ വേണ്ടി മാത്രം അങ്ങനെയും ചില ജന്മങ്ങൾ വിചാരിക്കാറുണ്ട്. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു സ്റ്റോക്ക് എടുക്കുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നോക്കണം. പിന്നെ ആണെങ്കിൽ റീപർച്ചേസിന്റെ കാര്യം മറക്കരുത്. നമ്മൾ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലരൊന്നും ഉപയോഗിക്കില്ല. ഒരു പേസ്റ്റ് പോയിട്ട് ഒരു പേസ്റ്റോ സോപ്പോ ഒന്നും ഇത് പൊട്ടിക്കരുത്. ഇതെല്ലാം ഞാൻ കുറെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, ഇത് വിൽക്കാനുള്ളതാ അല്ലെ ഇതാർക്കോ കൊടുക്കാനുള്ളതാന്നുള്ള ലെവലിൽ ഇതങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് പഴയ പിന്നെ ഈ ലോക്കൽ സാധനങ്ങളും കെമിക്കൽസ് ഒക്കെ അങ്ങനെ തിന്നും. അതിൽ കാര്യമില്ല. നമ്മൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും, നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അതെന്ത് റിസൾട്ട് ആയാലും അതിനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റോക്ക് എടുത്തിട്ട് അതിനെ ഉപയോഗിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ശരിയായ ആ ഒരു ടീം സെറ്റ് ആവാനും ആളുകൾ ഇതിനെ ഏറ്റെടുക്കുകയും ചെയ്യാം. ഉപയോഗിക്കുന്ന കാര്യം ആരും മാറ്റി വെക്കരുത്. അതുപോലെ വെൽനസ് പ്രൊഡക്റ്റ് ഞാനായാലും നമ്മള് കുറച്ചൊന്ന് പ്രായം കുറഞ്ഞുള്ള ആളുകളാണെങ്കിൽ വിചാരിക്കും ഞാനിപ്പോ ഹെൽത്തി അല്ലേ, ഞാനിപ്പോ ഇത് എന്തിനാ കഴിക്കുന്നത്. ശരിക്കും ഇത് രോഗത്തിനുള്ള ചികിത്സ ഒന്നല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ വെൽനസ് പ്രോഡക്റ്റുകളാണ് കൊടുക്കുന്നത്. ആരോഗ്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാ. ഇപ്പൊ ഈ ചെറുപ്രായക്കാർക്ക് വരെ ഷുഗറും പ്രഷറും പ്രശ്നങ്ങളൊക്കെ വരുന്ന കാലല്ലേ. അതുകൊണ്ട് തന്നെ വെൽനസ് പ്രൊഡക്റ്റുകളും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മനസ്സ് കാണിക്കുക. എല്ലാവരും ആദ്യം ഉപയോഗിക്കുക, എന്നിട്ട് റെക്കമെൻഡ് ചെയ്യുക. ആ സമയത്താണ് ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അതിന് നിങ്ങൾ മടി കാട്ടരുത്. പിന്നെ റീപർച്ചേസ്, നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങളാണെങ്കിലും നമുക്ക് അതിന്റെ പൈസ നമ്മളെ സ്റ്റോക്ക് റീപർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് എല്ലാ ആഴ്ചയിലും റീപർച്ചേസ് നിർബന്ധമായിട്ടും ചെയ്യുക. ഒരു ഓർഡർ ഫോം എന്നെങ്കിലും ഒരാഴ്ച വെക്കുക എന്നുള്ള ഒരു ശീലം ചെറിയ റാങ്ക് മുതലേ നമ്മൾ ശീലിക്കുക. അത് നമ്മൾ അസോസിയേറ്റിനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം മുടക്കാതെ ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞങ്ങൾക്ക് കോൾ വന്നു. അപ്പം പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഇതാ. നമ്മള് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങളോട് എന്താ പറഞ്ഞ, വെൽനസ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം ഉപയോഗിച്ചതിന് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ
ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ച് വിവരം അങ്ങനെ വേണമെന്നില്ല. പക്ഷെ നമ്മൾ എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചും ഒരു ഓവർവ്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം മറ്റൊരാളോട് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മളെ പ്ലാൻ പറയാനും നമ്മളെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക, പ്ലാൻ പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക, എന്നിട്ട് ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ ഏത് പ്രായക്കാരായാലും നമ്മളെല്ലാവരെയും നമ്മൾ വിചാരിക്കും ഒരാൾ പ്രായം കുറഞ്ഞ ആളെന്ന്, അവരെ ഞാൻ ഫോക്കസ് ചെയ്യട്ടെ, അവരായിരിക്കും ചെയ്യാന്ന്. ശരിക്കും അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും ബിസിനസ്സിലോട്ട് ഇറങ്ങുക. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരെയും ഫോക്കസ് ചെയ്യുക, എല്ലാരെയും ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. ഫോക്കസ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്താലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ എല്ലാരെയും ഫോളോ അപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോക്കസ് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഇത് ബിൽഡ് ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ജേണി ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രോൺസ് മുതൽ ഇന്ന് ഏത് റാങ്കിലാണോ എത്തിയത്, അതിനിടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ നമ്മൾ ടീമിനോട് പറയാ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാനും വരുന്നത്. മറ്റേ അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ കരുതും എനിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ, ലീഡർ സുഖമായിട്ട് മൂവ് ചെയ്താണെന്ന്. അങ്ങനെയല്ല, ഓരോ റാങ്കിലും നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെ നമ്മൾ തരണം ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് അതിനെക്കുറിച്ച് അതെന്താന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് മേക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ വിൻ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് ഞാൻ ഇനിയും ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ സമയം എന്നോട് പറഞ്ഞ സമയം ആവാറായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് കിട്ടാത്ത ആളുകളാണെങ്കിൽ രാവിലത്തെ സൂം അത്യാവശ്യം കുറച്ച് വോളിയത്തിൽ വീട്ടിൽ തുറന്നിട്ട് വീട്ടുകാരെയും കൂടെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവും. പിന്നെ പറ്റുമെങ്കിൽ GTSന് കൊണ്ടുപോവുക. GTS എല്ലാവരും ഉപയോഗിക്കുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് GTSന് പോകാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. കാരണം കുട്ടീനെ കൊണ്ടുവിട്ടിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട്. പക്ഷെ എങ്കിലും ഞാൻ പറയാം, നിങ്ങൾ എന്റെ ടീമിനെ പക്ഷെ ഞാൻ മാക്സിമം GTSൽ എത്തിച്ചിട്ടുണ്ട്, അപ്ലൈനിന്റെ സഹായത്തോട് കൂടിയിട്ട്. അതേപോലെ നിങ്ങൾക്ക് ഒരാൾക്കൊരു സാഹചര്യ പ്രശ്നം ഉണ്ടെങ്കിലും ഈ അപ്ലൈനോ അതല്ലെങ്കിൽ അസോസിയേറ്റോ ഉണ്ടാവുമല്ലോ, ഓരോ കൂടെ കൂട്ടിയിട്ടായാലും ടീമിനെ GTS എല്ലാ ആഴ്ചയും GTS അറ്റൻഡ് ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്കറിയും TC ഒക്കെ ആയ ആളുകൾക്ക് ഞാൻ ഒരുപാട് GTS അറ്റൻഡ് ചെയ്തില്ല, ഇനി എന്തിനാ പോകുന്നത്? അതേപോലെ ഒരു GTS എടുക്കാൻ നിങ്ങൾ ഏബിൾ ആണോ എന്നുള്ളത് സ്വയം പരിശോധിക്കുക. ഏബിൾ ആവോളും നിങ്ങൾ GTS അറ്റൻഡ് ചെയ്യണം. നമുക്കൊരു GTS എടുക്കാൻ പറ്റണം. അതേപോലെ തന്നെയാണ് നമ്മളെ പ്ലാൻ പറയാനും ഇതെല്ലാം കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യാം. ആ സമയത്താണ് ഇത് റെഡിയായി വരിക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അങ്ങ് ആഴത്ത് ചിന്തിച്ച് നമ്മൾ തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എത്തുമോ എന്നല്ല, ആ സംശയം നമുക്ക് പാടില്ല. നമ്മൾ എല്ലാവരും എത്തും, ആ ഒരു എയിം വെച്ചോണ്ടാണ് നമ്മൾ നീങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയാനുള്ളത്, ഒരു കോൺഫിഡൻസ് എല്ലാവരുടെ മനസ്സിലുണ്ടാവുക. ആത്മവിശ്വാസത്തോടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്നു പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എന്താ പറയാനുള്ളത്, അച്ചീവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെയാണ് കമ്പനിയിലൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുക. നമ്മൾ ABCD പറയാറില്ലേ, നമുക്കൊരു ആറ്റിറ്റ്യൂഡും ബിലീഫും കമ്മിറ്റ്മെന്റും ഡ്യൂപ്ലിക്കേഷനും ഉണ്ടാവുക എന്നുള്ളത്. അതിലുള്ള ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അതിന്റെ ബാക്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. നമുക്ക് ഈ ഒരു ബിസിനസ് വിമൺ ബിസിനസ് ഓണ്ടർപ്രണർ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനോടുള്ള ഒരു വിശ്വാസം റെഡിയായി വരും. കാരണം കമ്പനി അത്രയും നല്ല കമ്പനിയാണ്, സ്ട്രോങ് മാനേജ്മെന്റ് ആണ്, ശരിയായ ഒരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റം അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് അതിലുള്ള വിശ്വാസം ഉണ്ടാവും, ബിലീഫ് ഉണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്മിറ്റ്മെന്റ് വരും. കാരണം എനിക്കും ഇതേപോലെ വിൻ ചെയ്യണം, നേടണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് ഇതിനുള്ള ഒരു പ്രതിബദ്ധത അത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ എന്താ പറയാ, നല്ല രീതിയിൽ അച്ചീവ് ചെയ്ത എല്ലാ ലീഡേഴ്സിന്റെയും ഗുഡ് ക്വാളിറ്റീസ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു ലീഡർ ആവാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ലീഡർ ആവാൻ സാധിക്കട്ടെ. അതെല്ലാം ലീഡേഴ്സ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും നല്ല ടീമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എല്ലാവരും എത്തിപ്പെട്ടെന്ന് ഞാനും ആശംസിക്കാണ്. നിങ്ങളും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ആറ്റിറ്റ്യൂഡ് റെഡിയാക്കുക എന്നുള്ള കാര്യം ഒട്ടും മറക്കരുത്. ഒരുപാട് ആറ്റിറ്റ്യൂഡുകളുണ്ട്. വെറും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ. നമുക്ക് ആ ഒരു
കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് എന്താന്ന് നമ്മൾ അറിയണം, ബിസിനസ് ഓണ്ടർപ്രണർ ആറ്റിറ്റ്യൂഡ് എന്താന്ന് നമ്മൾ അറിയണം, എല്ലാം പോസിറ്റീവായിട്ട് കാണാം. അത് മാത്രല്ല, നമുക്ക് ഇങ്ങനെ ഒരുപാട് ആറ്റിറ്റ്യൂഡുകളുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു മണിക്കൂർ വേറെ പറയാനുണ്ട്, ഇപ്പൊ സമയമില്ല. അപ്പൊ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് മാത്രം ശരിക്കും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഒരുപാട് തരം ആറ്റിറ്റ്യൂഡുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ആറ്റിറ്റ്യൂഡ് റെഡിയാക്കി എടുക്കുക. അത് പല ട്രെയിനിങ്ങുകളിലും നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആറ്റിറ്റ്യൂഡിന്റെ കൂടെ തന്നെ കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് നമുക്ക് അറിയണം. നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ ഒരിക്കലും അപ്ലൈനോടായാലും സൊസൈറ്റിയിലായാലും നിൽക്കരുത്. കസ്റ്റമർ ആറ്റിറ്റ്യൂഡിൽ അതിന്റെ ആ ഒരു വേർതിരിവ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിൽ പാകപ്പിഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂടാവും, അല്ലെങ്കിൽ നമ്മൾ അതിൽ വല്ലാണ്ട് അങ്ങ് പ്രതികരിക്കും. അങ്ങനല്ല, നമ്മൾ ആ ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ നമ്മൾ അതിനെ സൗമ്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യാനും കാര്യങ്ങൾ പരിഹരിക്കാനൊക്കെ നമുക്കുള്ളൊരു കഴിവുണ്ടാവും. ആ കഴിവ് നമുക്ക് എല്ലാവർക്കും വേണം. ആ ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് ശരിയായ രീതിയിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് ശരിക്കും. എന്നാലും അപ്പൊ നമ്മൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കാനും പോസിറ്റീവായിട്ട് എല്ലാവരുടെ അടുത്തും നിൽക്കാനൊക്കെ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിജയങ്ങളിലോട്ട് എത്താൻ പറ്റും. എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാണ്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച സുരേന്ദ്രൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. അപ്പം നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റി, ഒരു ടീമിനെ അറിയാൻ പറ്റി. അപ്പൊ എന്റെ പേര് ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. പർവീൻ എന്നാണ്. ZTC റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രീജ മേഡത്തിന്റെ ഭവനേഷ് സാറിന്റെ ഒക്കെ ടീമിലാണ്. ഓക്കെ, അപ്പൊ ശരി. ജയ് ഹിന്ദ്, ജയ് ഹിമാലയ സ്റ്റൈൽ. താങ്ക് യു രജിത മേഡം.